ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം യോശുവയുടെ പുസ്തകം ആദ്യത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അത് ഇപ്രകാരം പറയുന്നു: നിന്റെ ജീവകാലത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടിരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഐ വിൽ നെവർ ലീവ് യു നോട്ട് forsake you. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനത്തെ നാം ശരിക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നാം മനസ്സിലാക്കണം. ഏത് സന്ദർഭത്തിൽ ആര് എപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് എന്നാലേ നമുക്ക് ആ വചനത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ അടിമപ്പെട്ടിരിക്കുന്നു. അവരെ വലിയ ഉപദ്രവത്തിലേക്ക് ഫറവോനും അവൻ്റെ സേനകളും ചെയ്യുന്നു. അപ്പോൾ അവർ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ അവരുടെ കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തുന്നു. ദൈവം തൻ്റെ പ്രിയ ഭക്തന്മാരായ അബ്രഹാമും ഈസഹാക്കും യാക്കോബിനും ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ ദൈവം ഓർക്കുന്നു. നിന്റെ സന്തതികളെ പാലും തേനും ഓടുന്ന കനാൻ ദേശത്തിലേക്ക് ഞാൻ പാർപ്പിക്കും എന്ന് ദൈവം വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും മിസ്രൈമിൻ്റെ അടിമത്തനത്തിൽ നിന്ന് കൊണ്ടുവരണമെന്ന് ദൈവം എടുത്ത് ഉപേക്ഷിച്ച പാത്രമത്രേ മോശെ. ദൈവം മോശയെ ഒരു വലിയ പ്രവാചകനായി മാറ്റുന്നു. മോശെ ദൈവത്തോട് സംസാരിക്കുന്നു, മുഖമായിട്ട് സംസാരിക്കുന്നു. ദൈവം മോശയ്ക്ക് പല ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിച്ച് അവരെ വഴി നടത്തിക്കൊണ്ടു പോകുന്നു. ആദ്യം ഫറവോനും അവൻ്റെ സേനകളും എതിർത്തു നിൽക്കുന്നു. ദൈവം അവിടെ വലിയ അത്ഭുതം കാണിച്ച് തൻ്റെ ശക്തിയെ കാണിച്ച് അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ചുവന്ന സമുദ്രം മുൻപതായിട്ടും അവർക്ക് വലിയൊരു ചലഞ്ച് വന്നപ്പോഴും ദൈവം മോശയോട് കൽപ്പിച്ച പ്രകാരം മോശെ തൻ്റെ വടിയെ നേരെ കാണിച്ചപ്പോൾ ചുവന്ന സമുദ്രം രണ്ടായി മാറി അവർ അതുവഴിയായി കടന്നു ചെല്ലുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? മോശെ മരണപ്പെടുന്നു. ദൈവം മോശയുടെ സക്സസറായിട്ട് യോശുവയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അത്രേ ദൈവം ഈ പറഞ്ഞ ഒരു കാര്യം: നിന്റെ ജീവകാലത്തിലും ഒരിക്കലും ഒരു മനുഷ്യനും എതിരെ നിൽക്കുകയില്ല. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ക്രൈസിസിൽ നാം ഇരിക്കാം. ഇനി നാം എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ കാര്യങ്ങൾ നടത്തും? എങ്ങനെ കുടുംബത്തെ ഒരു കരയേൽപ്പിക്കും? ചിലപ്പം ഒരു ജോബ് ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, കടൻ ഭാരമായിരിക്കാം, ചിലപ്പം ചില രോഗത്തിന് മൂലമായിട്ട് ഒരു മരണഭയം വന്നിരിക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം എന്തുവായി തീരും? പ്രിയമുള്ളവരെ, അന്ന് യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ നിന്റെ ജീവകാലമൊക്കെയും ഒരു മനുഷ്യരും നിനക്ക് എതിരെ നിൽക്കുകയില്ല. വേദനയോട് കേൾക്കുന്ന ഓരോ സഹോദരനോട് ദൈവം പറയുന്നു: എൻ്റെ മകനെ, നിന്റെ ജീവകാലം ഒരിക്കലും ഒരു മനുഷ്യന് നിനക്ക് എതിരെ നിൽക്കുകയില്ല. നിന്റെ ഒരു അനുഗ്രഹത്തിന് ഒരുത്തനും തട്ടിപ്പറിക്കാൻ പോകുന്നില്ല. ഒരു മനുഷ്യനും നിന്നെ പരാജയത്തിലും ഒരു മനുഷ്യന് ചെയ്യാൻ പോകുന്നില്ല. കാരണം മോശയോട് ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ വിട്ട് കളയുകയില്ല, കൈവിടുകയില്ല എന്ന് ദൈവം നിങ്ങളോട് പറയുന്നു. ഒരു പക്ഷേ വളരെയധികം ടെൻഷൻസ് ഭാരം ഇടിക്കുന്ന സഹോദരിയോട് കൂടി ദൈവം പറയുന്നു: മോശയോടിരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കേൾക്കുവാൻ നന്നായിരിക്കുന്നു. പക്ഷേ എങ്കിലോ ഈ ഒരു അനുഗ്രഹം യോശുവയുടെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. യോശുവ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു: ഈ ന്യായപ്രമാണമൊക്കെ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഒക്കെയും പ്രമാണിക്കേണ്ടതിന് നീ രാവും പകലും ഇത് ധ്യാനിക്കണം, എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മുടെ നാവിൽ ഇരിക്കണം. നാം രാവും പകലും ധ്യാനിക്കുന്നതിനായി മാറണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്രകാരം അനുഗ്രഹം ചെയ്യണമെങ്കിൽ മോശയോട് ദൈവം ഇരുന്നതുപോലെ നമ്മോട് കൂടി ഇരിക്കണം. നമുക്ക് എതിരാ നിൽക്കുന്നവരെ എന്തൊരു കാര്യം നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ, നമുക്ക് ജയം പ്രാപിക്കണമെങ്കിൽ, ദൈവം നമ്മെ വിട്ട് വിലകാതെ കൈവിടാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.
നാം ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നവരായിരിക്കണം. ആ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മുടെ നാവിൽ ഇരിക്കണം. ചിലരുടെ നാവ് നോക്കുമ്പോൾ ഏത് സമയം അവിശ്വാസമായ കാര്യങ്ങൾ പറയും. അവരോട് കൂടെ ദൈവം ഉണ്ടായിരിക്കത്തില്ല. ഒരു ചിലർ എന്ന് പറഞ്ഞാൽ മറ്റവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അവരോട് കൂടെ ദൈവം ഉണ്ടായിരിക്കത്തില്ല. ഒരു ചിലർ തുറന്ന പച്ചത്തെറി മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയുള്ളവരോട് ദൈവം ഇരിക്കത്തില്ല. നാം രാവും പകലും വേദത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസമുള്ള ശക്തമേറിയ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം. സങ്കീർത്തനം 1:3 വായിച്ചു പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ നീർച്ചാലൻ അരികെ നട്ടതും യഥാകാലത്തിലും ഫലം കായ്ക്കുന്നവനെ പോലെ ആയിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യഥാകാലത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ചെയ്തതൊക്കെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവരായി മാറണം. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത് പല വിധത്തിലുണ്ട്. ചില സന്ദർഭങ്ങൾ ദൈവം മുഖമുഖമായിട്ട് സംസാരിച്ചതുണ്ട്. ചിലർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുണ്ട്. ചിലർ സമയത്തിൽ പ്രവാചകം മൂലമായിട്ട് ദൈവം സംസാരിച്ചതുണ്ട്. ചില സമയത്തിൽ സ്വപ്നം മൂലമാകും ദർശനം മൂലമായിട്ട് സംസാരിച്ച ദൈവം, അതേ ദൈവത്തിൻ്റെ വചനത്തിന് മൂലമായിട്ട് സംസാരിക്കണം. അപ്പോൾ ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നാം അധികമായിട്ട് ദൈവവചനം വായിക്കണം. ദ മോർ വി റീഡ് ബൈബിൾ, ദ മോർ വി സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്, the more we can hear God's word. നമ്മൾ എത്രയധികമായിട്ട് കൂടുതൽ വേദവചനം വായിക്കുമോ, നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തുമ്പോൾ നമുക്ക് ഒരു പരിചയം ഉണ്ടായിരിക്കുമോ അത്രമാത്രം ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മെ വഴി നടത്തും. ദൈവം നമുക്ക് ഉപദേശം തക്കതായ കാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഒരു മനുഷ്യരും നമുക്ക് എതിരെ നിൽക്കുകയില്ല. റോമർ 8:30 പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ആരെ നിൽക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നും നമുക്കൊരു അനുഗ്രഹം വേണം. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നാം ഒരു ഉയർച്ചയിലിരിക്കണം. സാമ്പത്തികത്തിൽ അനുഗ്രഹം വേണം. കടം ഭാരം വരണം. ലോകത്തിൽ വരാൻ പോകുന്ന ക്രൈസിസ് നമ്മളെ ഇമ്പാക്ട് ചെയ്യാതെ നാം ജയം പ്രാപിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം ദൈവം യോശുവയോട് കൽപ്പിച്ച പ്രകാരമായിട്ട് നാം ദൈവത്തിൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവരായിരിക്കുമ്പോൾ അപ്പോൾ ദൈവം അനേക കാര്യങ്ങൾ ഇടപെടുകയും നമ്മോട് കൂടി സംസാരിക്കുകയും ചെയ്യണം. അനേകരുടെ കാര്യം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്ന ഒരു ശീലമേ ഇല്ല. വചനത്തെ വായിക്കുന്നതെന്ന് വേറെ, ധ്യാനിക്കുന്നതെന്ന് വേറെ. ധ്യാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ഡെപ്തായിട്ട് ഓരോ വാക്കുകളിലും അതിൻ്റെ അർത്ഥം, അതിൻ്റെ രഹസ്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തോട് ഇടപെടുമ്പോൾ, ദൈവത്തോട് അടുക്കമായിട്ടുള്ള ഒരു ജീവിതം ഉള്ള പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. രാവും പകലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത് നാം കൂടുതലായിട്ട് സമയം ദൈവത്തോട് ചെലവിടുന്നത്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയുവാൻ ഉള്ള ഒരു ദാഹം ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരായിരിക്കുമ്പോൾ നിങ്ങളെ എതിരായി ഒരു മനുഷ്യന് നിൽക്കുകയില്ല. എത്ര വലിയ ശക്തി നിങ്ങളെ പരാജയപ്പെടുത്തണം, നിങ്ങളെ താഴ്ത്തണം എന്ന് വിചാരിച്ചാലും അത് സംഭവിക്കുകയില്ല. മോശയോട് ഇരുന്നത് പോലെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കും. അതേപോലെ ദൈവം ഒരിക്കലും നിങ്ങളെ വിട്ട് കൈവിടത്തുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മോശയുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് ദൈവം വിടുതല കൊടുത്തു. യോശുവയുടെ മൂലമായിട്ട് ദൈവം വലിയ ഒരു അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. അവർ യോർദാന് കടന്നുപോയി, എരികോ കോട്ടയെ തകർത്തു. യോശുവ ഈ പാലും തേനും ഓടുന്ന കനാൻ ദേശത്തിൽ കാലുവെക്കുവാൻ കൂടി ദൈവം കൃപ ചെയ്തു. അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, അനുഗ്രഹം കാണും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വീണ്ടും അടുത്ത ചിന്തയോട് കൂടെ വരുന്നവരെ ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.